ഞാനൊരു അഭിനയമാണെങ്കിൽ തന്നെ തുറന്നു ചോദിക്കും, കൺട്രോൾ പോയിട്ടുണ്ടോ? കൺട്രോൾ പോയിട്ടുണ്ടോന്നിട്ടാൽ പോയിട്ടുണ്ടോന്നിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ക്യാമറയൊക്കെ മറന്നൊരു അഭിനയം അഭിനയിച്ചോ? ആ, അവര് ഇങ്ങോട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഇതായിരിക്കും. പിന്നെ ഒരു ഇതും കാണിക്കത്തില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ അവരപ്പോഴും പറയും, അവർ ഇത് തോന്നുന്നുണ്ട് എന്ന് പറയും. ഞാൻ അഭിനയിച്ച ഒരു വീഡിയോ പോലും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ചമ്മലാണോ? ചമ്മലായോണ്ടല്ല, ഞാനങ്ങനെ കണ്ടിട്ടേ ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് കാണാൻ തോന്നുന്നത്. ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ പല വേഷവും കിട്ടും അല്ലേ, പല ജോലിയും ചെയ്യും. കുടുംബം പോറ്റാൻ വേണ്ടി, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പക്ഷേ ഇന്ന് ഒരു വ്യത്യസ്തനായ ഒരു ചെറുപ്പക്കാരനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഇദ്ദേഹത്തിന് ഒരുപാട് കടങ്ങൾ, ജീവിക്കാൻ ഒരു മാർഗം പോലും ഇല്ല. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയാണ് കേട്ടോ ആൾ. അങ്ങനെ ഈ കടങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി അദ്ദേഹം ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഈ മൂക്കത്ത് ഇങ്ങനെ വിരൽ വെക്കും. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വരുമോ, അവരെ സമൂഹം എങ്ങനെ കാണുമെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കാണും. പക്ഷേ ഇദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമല്ല. എന്തായാലും സെക്സ് സിനിമകളിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്ത ആ ആളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം നമ്മളൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഈ സെക്സ് വീഡിയോ ഒക്കെ നമ്മൾ പല ചാനലുകളിലും പല ആപ്പുകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കാര്യം വലിയ കഷ്ടമാണ്. കാലൊക്കെ ഒടിഞ്ഞ് വളരെ ജീവിതം പോലും വഴിമുട്ടി നിൽക്കുവാണ് അദ്ദേഹം. ഒരു കാലത്ത് തിളങ്ങി നിന്ന ആ സെക്സ് നടൻ്റെ ഒരു അവസ്ഥ വല്ലാത്ത കഷ്ടമാണ്. ഒരു വണ്ടി അദ്ദേഹത്തെ ഇടിക്കുന്നു, ആ തുടയുടെ ഇവിടെ വെച്ച് ഒടിഞ്ഞു പോകുന്നു, ആശുപത്രിയിൽ കിടക്കുന്നു. ഒരു മരുന്നിന് പോലും ഒരു 10 പൈസ പോലും കൊടുക്കാൻ അദ്ദേഹത്തെ സഹായിക്കാൻ ആരും ഇല്ലാത്ത ഒരു ദുരന്ത കഥയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ആ മനോജിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം, വല്ലാത്ത വിഷമിച്ചിരിക്കുകയാണ്. മനോജെ, ഒരു സമയത്ത് ഒരുപാട് പുരുഷന്മാരുടെ ആരാധന മൂർത്തിയായിരുന്നു മനോജിൻ്റെ ആ ശരീര വടിവ് കാണാൻ വേണ്ടി. ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പുരുഷന്മാരൊക്കെ തിങ്ങി നിൽക്കുമായിരുന്നു അത് കാണാൻ വേണ്ടി അല്ലേ? ഇപ്പം മനോജിൻ്റെ അവസ്ഥ വളരെ കഷ്ടം, കാലൊക്കെ പ്രശ്നം അല്ലേ? കമ്പ്യൂട്ടേക്കാണോ? പ്ലേറ്റ് ഇട്ടിരിക്കുകയാണ്, 3 പ്ലേറ്റ് ഇട്ടിരിക്കുകയാണ്. പത്തനംതിട്ട വെച്ചൊരു ആക്സിഡന്റ് നടന്നതാണ്. അപ്പോൾ ഇപ്പോഴും ജീവിതം വഴിമുട്ടി നിൽക്കുവാണ്, ഫുൾ വഴിമുട്ടി നിൽക്കുവാണ്. ഒരു മാർഗ്ഗമില്ല. അല്ല, ഇപ്പൊ ഈ മരുന്നിനും കാര്യങ്ങളൊക്കെ ആരാ സഹായിക്കുന്നത്? ഇപ്പോൾ സഹായിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. അമ്മ വരും, അമ്മയുടെ കയ്യിലുള്ളത് തരും. അമ്മ ഇത് വയസ്സായതാണ്, അവർക്കും ജോലിക്ക് പോകാനൊന്നിനും പറ്റാത്ത നല്ലൊരു എന്നാൽ അവർ വല്ലവരും വന്ന് എന്തെങ്കിലുമൊക്കെ സഹായിക്കും. ഫാമിലി ഭാര്യയൊക്കെ ഡിവോഴ്സ് ആയിട്ട് 9 വർഷമായി. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്കുകയാണ്, ആരും സഹായിക്കാൻ പോലും. ആരെയും കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നു, ജീവിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെയാണ്. എത്ര ലക്ഷം രൂപ ഇപ്പൊ കാലിന് വേണ്ടി ചെലവായിപ്പം? ഇപ്പൊ ഏകദേശം സർക്കാർ ആശുപത്രിയിലാണ് പോയല്ലേ? സർക്കാർ ആശുപത്രിയിലാണ്. എന്നാലും സർക്കാർ ആശുപത്രി പോയാലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയായി. അതും കടവും അങ്ങോട്ട് വാങ്ങിച്ചൊക്കെയാണ് അതും ചെയ്തത്. ഓക്കെ. ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്ര അവസ്ഥ മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഒരു പക്ഷേ മനോജ് എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മളൊക്കെ എല്ലാ ചെറുപ്പക്കാരും പറയുന്ന പോൺ വീഡിയോ കാണുന്നവരാണ് അല്ലേ, സെക്സ് വീഡിയോ കാണുന്നവരാണ്. പക്ഷേ അത് ഇതിൻ്റെ പിറകിലുള്ള ഒരു അധ്വാനം, ഇതിൻ്റെ ഒരു സംഭവമൊക്കെ നമുക്കറിയത്തില്ല. ഒരുപാട് എത്ര സെക്സ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ഫുള്ളായിട്ടൊരു 14 എണ്ണത്തിലുണ്ട്. എല്ലാം മെയിൻ വേഷമാണ്. അതെ അല്ലേ ചെയ്തേക്കുന്നത്? മെയിൻ വേഷമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, യാതൊരു പരിചയമില്ലാത്ത ഒരു സ്ത്രീയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് ശരീരമായിട്ട് അല്ലേ? അതൊന്ന് പറയാം, എങ്ങനെയാണ് ഇതിനകത്ത് എത്തുന്നത്? എങ്ങനെയാണ് ഞാൻ എത്തുന്നത്? ഞാൻ ഇതിലോട്ടൊരു മേക്കപ്പിന് വേണ്ടിയിട്ട് തന്നെ വിളിച്ചതാണ്. മേക്കപ്പിന് വേണ്ടിയിട്ട് വിളിച്ചു. അതിൽ കുറേ എപ്പിസോഡൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്തായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലും വിഷമവും ടെൻഷനൊക്കെയാണ്. എനിക്ക് കടങ്ങളുണ്ട്. കാര്യം എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് ഫിക്സിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കുറേ ബാധ്യതകളുണ്ട്. അപ്പോൾ ഡിവോഴ്സായ സമയത്ത് അങ്ങനെ വന്ന കുറേ ബാധ്യതകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൊണ്ടും ഞാൻ ആകെ ടയേർഡായിട്ട് നിൽക്കുക. അപ്പോൾ കുറച്ച് പൈസ കിട്ടത്തേ ഉള്ളൂ. ജീവിക്കാൻ അങ്ങനെ തട്ടി പോകാനുള്ള ഒരു വരുമാനമേ ഉള്ളൂ. കാര്യം എന്നാലും ഇതിൽ നിന്ന് നമ്മൾക്ക് തിരിച്ചും നമ്മൾ മേക്കപ്പ് ചെയ്ത് നമ്മുടെ സാധനങ്ങളും വാങ്ങണ്ടേ. എല്ലാം കൂടെ നമ്മൾ അറേഞ്ച് ചെയ്ത് പോകണം. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെ നിന്നപ്പോൾ എനിക്ക് ചോദിച്ചു എൻ്റെ അടുത്ത്, ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ, എന്ത് അഭിനയിക്കാൻ പറ്റുമോ ചോദിച്ചു. ഇതിൽ ഒരു MLA വേഷം ചെയ്യാൻ വരുന്നുണ്ട്. എൻ്റെ ആദ്യം ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ആയിരുന്നു ഞാൻ ചെയ്തത്. ഹോപ്പ് എൻ്റെ ഫസ്റ്റ് വെബ് സീരീസ് ഹോപ്പ് എന്നുള്ളത്. അതിൽ MLAയുടെ ഒരു വേഷമാണ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഇത് എത്ര രൂപ കിട്ടുമെന്നൊക്കെ ചോദിച്ചു. അന്ന് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ 15 രൂപ. MLA വേഷമായിരുന്നു. MLA വേഷം എടുത്തു, MLA വേഷം ചെയ്തു. അതിൽ പിന്നെ സെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റോറി. MLA വന്ന് സെക്സ് ചെയ്യുന്ന സംഭവമായിട്ടല്ലേ? അപ്പോൾ അന്ന് തുറന്നു പറഞ്ഞു സെക്സ് വേഷം ചെയ്യാൻ പോകുന്നത് പറഞ്ഞായിരുന്നു. അതിന് വില്ലിംഗ് ആയിരുന്നു. കാരണം ഞാൻ അതല്ല നോക്കിയത്. എനിക്ക് എൻ്റെ നാട്ടിൽ നിൽക്കാൻ, ഈ കടം തീർക്കാൻ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി.
അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിപ്പോയി. പൈസ കൊടുക്കാനുള്ളവരായിട്ട് നമുക്ക് അതാണ് ഏറ്റവും വലുത്. ഇതൊരു ജോലി നമ്മളിപ്പോൾ നമുക്കിപ്പോൾ അപ്പുറത്ത് വേറൊരു സ്ഥലത്ത് ഇവിടെ നമ്മളെ സ്ഥലം വിട്ടിട്ട് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ, ഇപ്പോൾ വേറെ നോക്കാനൊന്നുമില്ല, അപ്പോൾ വേറെ സ്ഥലത്തായാലും നമുക്ക് അവിടെ പോയി താമസിക്കാം എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചു. ഇപ്പം ഇവിടെ പോയി അവരുടെ കടം തീർത്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ എൻ്റെ കുടുംബ വീട്ടിൽ അമ്മയും അവരൊക്കെ ഉണ്ട്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളതെല്ലാം എൻ്റെ മനസ്സിൽ വന്നു. അപ്പം എത്രയും പിന്നെ അടുത്ത് വരുന്നത് പിന്നെ കുറച്ച് സാലറി ഇങ്ങനെ കൂടി വന്നു. അപ്പോൾ ഒരു ഫോൺ വീഡിയോയിൽ ഇപ്പോൾ അഭിനയിക്ക് എത്ര രൂപ മേടിക്കും? എന്തായാലും ഒരു 1000 മേടിക്കും അല്ലേ? ഒരു നല്ല ശമ്പളം ഉണ്ട്. നല്ല തെറ്റില്ല, നല്ല ശമ്പളം ഉണ്ട്. ഇത് അതിൻ്റെ അനുഭവം എങ്ങനെയാണ് ശരിക്കും പറയാം? ചമ്മലൊക്കെ ഇല്ല ഇതിനകത്ത്? ചമ്മലുണ്ട്. അത് നമ്മളിപ്പോൾ അത് ചെയ്യുമ്പോൾ അതിലോട്ട് ഉൾക്കൊള്ളുമ്പോൾ നമുക്കതൊന്നും മനസ്സിൽ തോന്നത്തില്ല. അപ്പോൾ ഇത് ഈ പരിചയമില്ലാത്ത ആൾക്കാരെല്ലാം അഭിനയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ പരിചയപ്പെടുമോ? എങ്ങനെയാണ് എൻ്റെ അത് നമ്മൾ ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ടുള്ള ഒരു സംസാരം കാണും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ സംസാരങ്ങളൊന്നും ഇല്ല, പരിചയപ്പെടൽ അങ്ങനെ ഒന്നുമില്ല. പിന്നെ നേരെ അങ്ങ് നിങ്ങളുടെ ജോലി അഭിനയം തന്നെയാണ്. പിന്നെ ഇത് ഫസ്റ്റിൽ നമ്മൾ ചെന്ന ഉടനെ നമ്മൾ ഇതിൽ സെക്സിലോട്ട് കയറുകയല്ല, അവരുമായിട്ട് പിന്നെ ഡയലോഗുള്ള സീൻസ് വേറെ ഉണ്ടാവും. വേറെ 2-3 സീൻസുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഇതിലോട്ടൊക്കെ വരുന്നത്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മളൊരു അടുപ്പം ഇതാവും. അതിനുശേഷമൊക്കെ ആയിരിക്കും പിന്നെ ഇത് അഭിനയിക്കാൻ വരുന്ന ഈ നടിമാര് മലയാളികളാണോ മറ്റുള്ള ഭാഷക്കാരാണോ? മറ്റുള്ള ഭാഷയുണ്ട്, മലയാളികൾ വളരെ കുറവാണ്, ചുരുക്കമായിരിക്കും. അപ്പോൾ ഇവരോട് ആരും പരിചയമില്ലാത്ത ആ സമയത്തുള്ള ഒരു മിങ്കിളിങ് എങ്ങനെയായിരിക്കും? നിങ്ങൾ ആദ്യമൊക്കെ ഒരു ഇതായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. എത്ര പേരുണ്ട്? ലൊക്കേഷൻ എത്ര പേര് കാണും ഈ ഷൂട്ട് ചെയ്യുന്നത്? ലൊക്കേഷനിൽ ഒരുപാട് പേര് ഉണ്ടാവും. അല്ല ഷൂട്ട് സമയത്ത് അതിനകത്ത് ഒരുപാട് പേരുണ്ടാവും. ക്യാമറമാൻ ഉണ്ടാവും, ക്യാമറമാൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടാവും, പിന്നെ ലൈറ്റ് മാൻ 2 പേര് കാണും. വെളിയിൽ നിന്ന് ആൾക്കാരൊന്നും കയറ്റത്തില്ല? വെളിയിൽ നിന്ന് ആരെയും കയറ്റത്തില്ല, നിങ്ങളുടെ ക്രൂ മാത്രം. അപ്പോൾ ഇത്രയും പേരെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ സംഭവം 10-14 നടികളുമായിട്ട് അല്ലേ? അതല്ലേ? അതെ, 10-14 വ്യത്യസ്തമായ ആൾക്കാരുമായിട്ട്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഒരു മിങ്കിളിക്ക് ആകുമ്പോഴത്തേക്ക് അവരെല്ലാം എത്തും റെഡിയാണോ? അവര് ഇങ്ങോട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും, നല്ല ഇതായിരിക്കും. പിന്നെ ഒരു ഇതും കാണിക്കത്തില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ അവരപ്പോഴും പറയും, അവർ ഇത് തോന്നുന്നുണ്ട് എന്ന് പറയും. അപ്പോഴവിടെ വെച്ച് കട്ട് ചെയ്യും. അടുത്ത പിന്നെ അത് എന്താണെന്ന് നോക്കിയിട്ട് അത് മാറ്റിയിട്ട് പിന്നെ അത് ചെയ്യും. കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഒരു പടം കഴിയുമ്പോൾ ഒരു ധൈര്യമായി അല്ലേ ചെയ്യാന്നുള്ളത്? ഓക്കെ. അപ്പോൾ ഇത് മരുന്ന് വല്ല ഉപയോഗിച്ചിട്ടാണ് ഈ സെക്സിൽ ഏർപ്പെടുന്നത്? അവർ ചോദിക്കും മരുന്ന് എന്തെങ്കിലും വേണമെന്ന്. പക്ഷേ നാച്ചുറൽ മരുന്നൊന്നും പിന്നെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ. മരുന്ന് അത് എനിക്ക് തോന്നുന്നു മരുന്ന് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കണ്ടിന്യൂ ആയിട്ട് പിന്നെ അതില്ലാതെ പറ്റത്തില്ല. അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഞാനത് മരുന്നൊന്നും ഉപയോഗിക്കത്തില്ല. ത്രൂ ഔട്ട് തുടക്കം വരെ ഒരു എത്ര മണിക്കൂറത്തേക്ക് നീളും ഈ ഷൂട്ടിങ്? ഇത് സെക്സ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ പോകും. പിന്നെ അവർ പറയുന്ന ടൈം ഓരോ എപ്പിസോഡ് ഇത്ര അവർ ടൈം പറയും, ആ ടൈം വരെ നമ്മൾ നിൽക്കണം. അതിന് കറക്റ്റ് ടൈമൊന്നുമില്ല. അങ്ങനെ ഇതിപ്പോൾ ലൈറ്റ് മാറ്റുന്ന അവർ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോഴും നമ്മുടെ ഒരു പവർ പുരുഷ ശക്തി അതുപോലെ നിൽക്കണം, കുതിരശക്തി നിൽക്കണ്ടേ? അങ്ങനെ നിൽക്കണം. അതെന്ത് ചെയ്യും? അത് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പറഞ്ഞ് അങ്ങനെ തന്നെ നിൽക്കണം. നമ്മൾ അവിടെ തന്നെ ഇരിക്കും, നമ്മൾ വേറെ ഒരിടം പോകത്തില്ല, നമ്മൾ ആ ബെഡിൽ തന്നെ കാണും. അത് അവർ പെട്ടെന്ന് തന്നെ ലൈറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത് ക്യാമറ എല്ലാം പെട്ടെന്ന് ഇതൊക്കെ പൊസിഷനൊക്കെ മാറ്റി വെച്ചിട്ട് അവർ അടുത്ത് വീണ്ടും വരും ഷൂട്ട് ചെയ്യും. ശരിക്കും നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് അല്ലേ? അതല്ല പണ്ടത്തുള്ള ക്യാമറ ട്രിക്ക് ഒന്നും അല്ല, ജീവിതം വെച്ചുള്ള കളിയാണ്. അത് ജീവിതം വെച്ചുള്ള കളിയിൽ ഇപ്പോൾ എന്തായാലും എൻ്റെ കടങ്ങൾ അതോടുകൂടെ കുറേയൊക്കെ എന്നാലും ഇപ്പോഴത്തെ ഈ ഹോസ്പിറ്റലിൽ വന്ന ബാധ്യതകൾ മാത്രമേ ഇപ്പോഴുള്ളൂ. അല്ല അന്നേരേ ഈ പറയുന്ന സുഹൃത്തുക്കൾ കാണും, ഫാമിലി ഉണ്ട്, അല്ല അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, അല്ലെങ്കിൽ മനുവിനെ അറിയുന്നവരുണ്ട്, അവരൊക്കെ കളിയാക്കുന്നുള്ള ടെൻഷൻ ഒന്നുമില്ല? ആദ്യമൊക്കെ തന്നെ വഴക്ക് പറഞ്ഞവരുണ്ട്, കളിയാക്കിയവരുണ്ട്. ഞാൻ അവിടുത്തെ കടങ്ങളെല്ലാം തീർത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവൻ്റെ കയ്യിൽ ഒരുപാട് പൈസയായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ കളിയാക്കലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ പൈസ ഉണ്ടെങ്കിൽ ഒരു 1000 രൂപ 100 രൂപ എന്നും പറഞ്ഞും കൊണ്ട് ഈ കളിയാക്കിയവർ ഇങ്ങോട്ട് വന്ന് ചോദിച്ചതൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴും ഇവരെ പിന്നെ ഈ പറയുന്ന കൂടെ അഭിനയിച്ചവർ നിങ്ങൾ 1 മണിക്കൂറാണെങ്കിൽ ശരീരം കൊണ്ടുള്ള ഒരു അഭിനയമാണത് കൂടുതൽ. അപ്പോൾ ഇവർ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഈ സ്ത്രീകളെ? ഇല്ല. അപ്പൊ കാണുന്നു പോകുന്നു, എവിടുന്ന് വരുന്നു പോകുന്നു. പിന്നെ ഇടയ്ക്ക് ചാറ്റ് ചെയ്യാനൊന്നും ഇല്ല. അവർക്കും അത്രത്തിൽ ആ ജോലി ഉള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവർ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങിക്കുന്നു, പോകുന്നു എന്നുള്ള ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ. മനോജ് അത് ഞാനും അത് തന്നെ. അല്ല ഇതൊരു നാളെ ഇത് അങ്ങനെ പോകണം അങ്ങനൊന്നും ഇല്ല. അപ്പൊ ഇതൊരു ഇങ്ങനെ സംഭവം കിട്ടുമ്പോൾ മുന്നൊരുക്കം എങ്ങനെയാണ്? അടിക്കാറുണ്ട് തുടക്കത്തില്? നല്ല സാധനങ്ങൾ 2 അടിക്കും. അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് എല്ലാവർക്കും എങ്ങനെ ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എങ്ങനെയാണ്, എനിക്ക് 2 അടിക്കുമ്പോഴത്തേക്ക്
നമ്മുടെ ഉദാഹരണം നമ്മൾ ആ ടൈം ഫസ്റ്റ് ടൈം കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് ടൈം ഒരുപാട് കിട്ടും. ടൈം കിട്ടും അല്ലേ? മറ്റേ മരുന്നൊന്നും അടിക്കണ്ട. മരുന്നൊന്നും അടിക്കണ്ട. ഈ കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മരുന്ന് കയറ്റാറുണ്ടോ? മരുന്ന് അടിക്കും, മരുന്ന് ഉപയോഗിക്കാറുണ്ട്. എന്ത് മരുന്നാണ്? സ്പ്രേ പോലെ? സ്പ്രേ ഉപയോഗിക്കും, ഗുളിക കഴിക്കുന്നവരുണ്ട്. ഈ ടൈമിംഗ് നിൽക്കാൻ വേണ്ടി. ടൈമിംഗ് ആണല്ലോ ഇതിൻ്റെ ഒരു ടൈമിംഗ് ആണ് ഇതിൻ്റെ ഒരു പവർ. പക്ഷെ ചിലവർക്ക് ടൈമിംഗ് കിട്ടാത്തതുകൊണ്ട് അവർ ഗുളികയും ഈ സ്പ്രേയും ഇതൊക്കെ ഉപയോഗിക്കുന്ന പലവിധ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഒരിക്കൽ പോലും മരുന്ന് കഴിച്ചു? ഞാൻ ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ല. ഈ സ്ത്രീകളുടെ അവസ്ഥ, ഈ വരുന്ന നടിമാരുടെ അവസ്ഥ, അവരെന്തെങ്കിലും മരുന്ന് കഴിക്കുമോ? അതോ ഇല്ല, അവർ മരുന്നൊന്നും കഴിക്കും. അവർ ചുമ്മാ അഭിനയിച്ചാൽ ജോലി എടുക്കേണ്ട ആണുങ്ങളാ. അവർ എക്സ്പ്രഷൻ ഇട്ടാൽ മതിയല്ലോ, അവർ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. അല്ല, അധ്വാനിക്കുന്ന ആണുങ്ങളാണ്. അവർക്ക് കുറച്ച് സിൽക്കാര ശബ്ദങ്ങൾ ഇട്ടാൽ മതി. അതെ അല്ലേ? അത് മാത്രം മതി. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് കടങ്ങളൊക്കെ മാറ്റി. അപ്പോൾ ഈ അതിനുശേഷം ഒരുപാട് വീഡിയോസ് ഹിറ്റായി. അപ്പോൾ അതിനുശേഷം ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുമോ? തീർച്ചയായിട്ടും നമുക്ക് ഒരിടവും ബസ് സ്റ്റാൻഡിലോ ഈ ആൾക്കാർ കൂടി നിൽക്കുന്നിടത്തൊന്നും ചെന്ന് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് അഭിനയിച്ച ചേട്ടനല്ലേ, അപ്പോൾ ശരിക്കും പറഞ്ഞു എവിടെയായിരിക്കും അവരുടെ നോട്ടം പോകുന്നത്? അവർ ചിരിക്കുക. അങ്ങനെയല്ലോ, പിന്നെ അങ്ങനെ കൊച്ചുകളെന്ന് പറഞ്ഞിട്ടില്ല. അത് എങ്ങനെ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാറുണ്ട്. ചോദിക്കും. പക്ഷെ മനോജിന് ചമ്മലേ ഇല്ല, ഒരു ജോലി ചെയ്യുന്നതല്ലേ. ഞാൻ ഇദ്ദേഹം നിങ്ങൾ കാണുന്നത് അറിയാം, സാധാരണ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് വന്ന് പറയാറില്ല. പക്ഷെ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, നിങ്ങൾ കടം വീട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും. അല്ല ഒരു നാളെ ഇത് ചെയ്യണം അങ്ങനെ സംഭവമൊന്നും അല്ല. അങ്ങനെയാണ്. അപ്പോൾ ഒരു ചമ്മലൊന്നും ഇല്ല. ഇല്ല. പക്ഷേ എനിക്ക് ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു രംഗത്തേക്ക് കടന്നു വരത്തില്ലായിരുന്നു. ഭാര്യ നോക്കണം, മക്കളെ നോക്കണം, ഒറ്റത്തടിയുള്ളവർക്ക് കുഴപ്പമില്ല. ഞാൻ ഡിവോഴ്സായിട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. എങ്കിലും ചിലർക്ക് ചില അനിഷ്ടങ്ങൾ പ്രകടിപ്പിച്ചില്ല വീട്ടിൽ നിന്നൊക്കെ. വീട്ടിൽ നിന്നൊക്കെ വെച്ചാൽ പിന്നെ സഹോദരൻ അങ്ങനെയൊക്കെ ചെറിയൊരു ഇതൊക്കെ വന്നായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് മാനസികമായിട്ടൊരു വിഷമമൊക്കെ തോന്നും. ഈ വരുന്ന നടികളെ മലയാളി ജീവിതമാർഗത്തിന് വേണ്ടി വരുന്നതാണോ അതോ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതാണോ? എന്തായിരിക്കും അവരുടെ അവസ്ഥ? അത് പൈസ ഉണ്ടാക്കാൻ വരുന്നവരുണ്ട്. ഈ പിന്നെ കുടുംബമായിട്ടുള്ള ആരും ഇല്ല, കുടുംബമായിട്ടുള്ള ആരും വരത്തില്ല ഇതിൽ. ഇപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് സ്ത്രീകൾ പിന്നെ ഇതിലോട്ട് കൂടുതലായിട്ടും വരുന്നത്. അല്ല, ഞാൻ പറയുന്നത് വീട്ടിലെ ഇതുപോലെ കടം മാറ്റം അല്ലെങ്കിൽ വീട്ടിനെ പോറ്റാൻ വേണ്ടി അങ്ങനെയാണ്. സുഖിക്കാൻ വേണ്ടി വരുന്നവർ, വെളിയിൽ നിന്ന് വരുന്നവർ, ഇംഗ്ലീഷ് മറ്റേ അങ്ങനെയുള്ളവർ അങ്ങനെ വരുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്നവരൊക്കെ വളരെ കുറച്ച് പേരൊക്കെ കാണത്തുള്ളൂ. എൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ എനിക്ക് കടം തീർക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വർക്കിന് പോകുന്നു എന്നാൽ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വരുന്നവരുണ്ട്. അങ്ങനെ വരുന്നവരുണ്ട്. പിന്നെ ഒരിക്കൽ പോലും ഇവരെ കണ്ടിട്ടുണ്ടോ രണ്ടാമത്? ഇല്ല. അപ്പോൾ ശരിക്കും പറയും ഇതിനകത്ത് ഇതൊരു അഭിനയമാണെങ്കിൽ ഇതൊരു വലിയ ജോലിയാണ് അല്ലേ? 1 മണിക്കൂറോളം തളരാതെ ആ സ്ത്രീയെ സന്തോഷിപ്പിച്ച് കാണികളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വേണം പോകാൻ. തീർച്ചയായിട്ടും. പിന്നെ കാണികൾ അവരുടെ അവരെ കാണേണ്ട, അവർക്ക് കണ്ടിട്ട് അവർ തെറ്റ് പറയരുത്. ഈ തെറ്റ് വന്നു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ആപ്പിന് അവർക്കാണ് പ്രശ്നം വരുന്നത്. അവർക്ക് ഇതിൻ്റെ റീച്ച് കിട്ടത്തില്ല. അപ്പം നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ പെർഫോമൻസ് ആയിരിക്കുമോ അത് അവർക്കും നല്ലതാണ്. ഇതിൻ്റെ ഈ മനോജ് അഭിനയിച്ച സിനിമയുടെ ഡയറക്ടർ ഒരു സ്ത്രീയാണ്. അവരാണ് ഈ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പം അവരുടെ ഒരു മനോഭാവം എന്തായിരിക്കും? അവരെന്തൊക്കെയാ പറയാം? അങ്ങനെ ചെയ്യുന്നത് അവർ ഡയറക്ഷൻ മാത്രം ചെയ്യും. അത് പിന്നെ ആംഗിളൊക്കെ പറഞ്ഞു തരുമോ? ആംഗിളൊക്കെ കുറച്ച് പറഞ്ഞു തരും. കുറച്ചൊക്കെ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ കുറച്ച് നമുക്ക് കൈ നിന്നിട്ടൊക്കെ ചെയ്യാം. അതവർ പറയും അങ്ങനെ കുറച്ചൊക്കെ പറയും. ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ പറയും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ നിങ്ങളുടെ ഇതിൽ അങ്ങ് ചെയ്യാൻ പറയും. പിന്നെ എപ്പോഴെങ്കിലും ഞാനൊരു അഭിനയമാണെങ്കിൽ തന്നെ തുറന്നു വയ്ക്കും. കൺട്രോൾ പോയിട്ടുണ്ടോ? പോയിട്ടൊക്കെ ഉണ്ട്. ക്യാമറയൊക്കെ മറന്നൊരു അഭിനയം അഭിനയിച്ചോ? അങ്ങനെയും പറ്റിപ്പോ? നമ്മൾ വേറെ ഒന്നും മൈൻഡിൽ വരാതെ കൺട്രോൾ പോയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പരാതി ഉണ്ടാവും നടികളിൽ? ഇല്ല. അവരും വേറെ ലോകത്തിലായിരിക്കാം എന്നേ പറയുള്ളൂ. പിന്നീട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ചോദിക്കും എങ്ങനെ കൊള്ളാരെന്ന് മാത്രമേ പറയത്തുള്ളൂ. പിന്നെ വേറെ ഒന്നും കൂടുതൽ അങ്ങനെ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാറില്ല. ഇപ്പോൾ എന്തായാലും നടനാണ്, നല്ലൊരു നടൻ ഉള്ളിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യാനൊക്കത്തില്ല. പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് ഇങ്ങനെ ഒരു വർക്കാണ് ചെയ്തേക്കുന്നത്. ഇനി അഭിനയത്തിൽ തന്നെ നിൽക്കുമോ? അഭിനയത്തിൽ നിൽക്കണം എന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യം എങ്ങനെയാണ്
അതിനി ആയി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് അടുത്തതിനോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. ഇനിയുണ്ട് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ഒരു വീടോ അല്ലെങ്കിൽ ഒരു ഉണ്ടായിരുന്നതെല്ലാം. സാഹചര്യം കൊണ്ടാണ് ഈ സക്സസ് സിനിമയിൽ അഭിനയിക്കുന്നത്. അതെ അതെ. അപ്പോൾ അത് പൈസ ഒക്കെ ഡീസൻ്റ് ആണ്. പൈസയൊക്കെ കറക്റ്റാണ്. പേയ്മെൻ്റ് എല്ലാം ഷൂട്ട് കഴിഞ്ഞ ആ ടൈമിൽ തന്നെ തരും. നാളത്തേക്ക് വെക്കത്തില്ല. നാളെ പിന്നീട് കടം പറയാൻ ഒക്കത്തില്ലല്ലോ. കടം പറയാൻ പറ്റത്തില്ല. അത്രയും വേർപ്പൊഴിക്കുന്നില്ലേ. പിന്നെ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ അപ്പം തന്നെ പേയ്മെൻറ്റ് കൊണ്ട് പോക്കറ്റ് വെച്ചിരിക്കും. അതുകൊണ്ടാണ് കടമൊക്കെ വീട്ടി. കടമെല്ലാം വീട്ടിയോ? കടമെല്ലാം 17 സിനിമയിൽ നിന്നും കടമെല്ലാം വീട്ടി. പിന്നെ 14 സിനിമയിൽ കടമെല്ലാം വീട്ടി. ആ ടൈമിൽ എനിക്കൊരു 4.5 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. ഇത് ഈ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പഴയ വീഡിയോ ഒക്കെ നോക്കാറുണ്ടോ? അഭിനയിച്ച ഞാനൊന്നും നോക്കാറില്ല. ഞാൻ ഇതുവരെയ്ക്കും ഞാൻ അഭിനയിച്ച ഒരു വീഡിയോ പോലും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ചമ്മലാണോ? ചമ്മലായോണ്ടല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് കാണാൻ തോന്നത്തില്ല. അല്ല, കാണിച്ച വിക്രികളെ കാണണ്ടേ? അടിച്ചിട്ട് ചെയ്യുന്ന പണിയൊക്കെ ആണ്. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ കാണണം തോന്നിയാലും വേണ്ട. ഒന്നും കണ്ടിട്ടില്ല. ഒന്നും ഇതുവരെയും കണ്ടിട്ടില്ല. അത് ഭയങ്കര സംഭവമല്ലേ. ഫോട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇവർ പ്രൊമോട്ടേഷനും കാണിക്കുമ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു വീഡിയോ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. നമ്മളെയൊക്കെ ശരിക്കും നിങ്ങൾ മണ്ടന്മാരാക്കി. നമ്മളെ കുത്തിന്ന് കാണുന്നു, അതിന്റെ മുതലാളി കാണുന്നു. എന്തായാലും മനോജ്, സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെടാണ് അദ്ദേഹം ജീവിക്കുന്നത്. സഹായിക്കാൻ ഒരു ഭാര്യയില്ല, മക്കളില്ല, ഒന്നുമില്ല. ജീവിതമാർഗ്ഗത്തിന് വേണ്ടി ഒരു തൊഴിൽ കണ്ടുപിടിച്ചു. അത് ഇങ്ങനെ തൊഴിലാണെന്നേ ഉള്ളൂ. ഏത് തൊഴിലിനും അതിൻ്റെ മഹാത്മ്യം ഉണ്ടല്ലേ. നമ്മൾ പറയുന്ന പോലെ കുറേ പേര് ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഒരു സംതൃപ്തി അല്ലേ. തീർച്ചയായിട്ടും അല്ലേ. ഇതിന് അഡിക്ഷനുകൾ കുറേ ആൾക്കാരില്ല. എന്താ മനസ്സിലാക്കിയിട്ടുണ്ട്? ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഫോൺ വീഡിയോ കാണുന്ന ആൾക്കാർ ഇഷ്ടം പോലെ. അതിന് അഡിക്ഷനായിട്ട് കിടക്കുന്നവർ തന്നെ ഉള്ളു കുറേ. സ്ത്രീകളും ഉണ്ട്. പിന്നെ പുരുഷന്മാരും ഉണ്ട്. ജീവിതത്തിൽ ആരെങ്കിലും ഈ വീഡിയോ കണ്ട് ബന്ധപ്പെടാൻ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അത് കള്ളം പറയില്ല. ഇല്ല തീർച്ചയായിട്ടും. നമ്മളെ വിളിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. നമ്മളെ മാത്രമല്ല, നമ്മളെ ഡീറ്റെയിൽസ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം വിളിക്കുമായിരുന്നായിരിക്കാം. അങ്ങനെ വിളി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കാം. പൈസ തന്നെങ്കിൽ പോവാം. പൈസ നമ്മൾ പോയിരിക്കുന്നില്ലേ. അപ്പോൾ എന്തായാലും മനോജിൻ്റെ രസകരമായ വിശേഷങ്ങളാണ്. കാരണം നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട്, ഇവരുടെ ആ ഒരു മാനസിക സംതൃപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചമ്മലില്ലയോ, ഇവർക്ക് കുടുംബമില്ലേ, അവർ കണ്ട എന്താ വിചാരിക്കുന്ന ഒരുപാട് ചിന്തിച്ചതിനുള്ള ഉത്തരമാണ് മനോജ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൊണ്ട് ഇങ്ങനെയായി. എന്തായാലും മനോജ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. ഇഷ്ടപ്പെട്ട തൊഴിലാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക അല്ലേ. കുടുംബത്തിനായിരിക്കും നാണക്കേട് ഉണ്ടാവുന്ന ആ ഒരു പേടി വേണ്ട അല്ലേ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ജീവിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്, സുഖിക്കാൻ വേണ്ടി വരുന്നവരുണ്ട് അല്ലേ. ഇത് നല്ലൊരു തൊഴിലായിട്ട് സ്വീകരിക്കാം ഇന്നത്തെ തലമുറയ്ക്ക്. സ്വീകരിക്കാം. പക്ഷെ അത് അവർ മറ്റുള്ളവർ ഏത് രീതിയിൽ, അതായത് അവരുടെ കുടുംബാംഗങ്ങളോ ചിലപ്പോൾ ഇല്ലാത്ത കുടുംബാംഗങ്ങൾ ആ ടൈമിലൊക്കെ കയറി വരും. അവർ നമ്മളെ നോക്കുന്നില്ലായിരിക്കും. പക്ഷേ ഈ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കുടുംബം അവൻ എവിടെന്നെങ്കിലും മുളച്ച് കയറി വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദ്യം ചെയ്യും. ചിലപ്പോൾ പബ്ലിക്കിൽ നിന്നായിരിക്കും ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വരും. അതൊക്കെ തരണം ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നിൽക്കുക. അപ്പോൾ എന്തായാലും മനോജ് പൂർവ്വത ശക്തിയായിട്ട് കാലൊക്കെ റെഡിയായിട്ട് നല്ല ഊർജ്ജസ്വലനായിട്ട് വീണ്ടും ആണുങ്ങളെ ത്രസിപ്പിക്കുന്ന വീഡിയോ, ആണുങ്ങളെ മാത്രമല്ല സ്ത്രീകളെയും ത്രസിപ്പിക്കുന്ന വീഡിയോയുമായിട്ട് വന്ന് ഞങ്ങളെയൊക്കെ കോരിത്തിരിപ്പിക്കുക. ഞങ്ങളെല്ലാം കാണാൻ വേണ്ടി റെഡി ആയിരിക്കും അല്ലയോ. കാണാൻ റെഡി ആയിരിക്കത്തില്ലേ. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ, ഇതാണ് നമ്മുടെ ഒരു പോൺ സ്റ്റാറിൻ്റെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ പോൺ സ്റ്റാറിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇദ്ദേഹത്തിന് നല്ലൊരു ഭാവി, അദ്ദേഹം വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.